ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആമീസ് വേൾഡ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി കുറച്ച് റവ, ഒരു 1/4 കപ്പോളം റവ ബാലൻസ് ഉണ്ടായിരുന്നത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ ഇന്ന് എന്തായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ആമയ്ക്ക് കേസരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അത് ഞാനൊരു പാത്രം എടുത്തൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം അതിനകത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു. വെള്ളം നന്നായിട്ട് ചൂടായി വന്നപ്പോഴത്തേന് അതിനകത്തേക്ക് ചെറിയ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ട്. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി റവയും കൂടെ ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം വറ്റി വരുമ്പോഴത്തേനും നമുക്കതിനകത്തേക്ക് പാലും കൂടെ ചേർത്ത്, നമ്മുടെ റവയൊന്ന് കട്ട പിടിച്ചിട്ടുണ്ട്, നമുക്കതൊന്ന് ഫോർക്ക് കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം. 4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. പാല് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് കുറേശ്ശെ ഒഴിച്ചൊന്ന് കുറുക്കിയെടുക്കാവുന്നതാണ്. കട്ട പിടിച്ച റവയൊക്കെ നമുക്കൊന്ന് ഉടച്ചിട്ട് അതിനകത്തേക്ക് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ നെയ്യാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഗ്രാമ്പൂവും കൂടെ ചേർക്കാം. ഫ്ലേവറിന് വേണമെങ്കിൽ ഏലക്ക വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 3 ഗ്രാമ്പൂവാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നെയ്യ് ഒഴിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനകത്തേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഒന്ന് വറുത്തിടാവുന്നതാണ്. ഇവിടെ അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ശേഷം നമ്മൾ ഒരു പാത്രത്തിനകത്തേക്ക് ഇച്ചിരി നെയ്യും തടവിയതിന് ശേഷം അതിനകത്തേക്ക് ഒഴിച്ചൊന്ന് തണുക്കാൻ മാറ്റി വെക്കുക. അപ്പം തണുത്ത് കഴിയുമ്പോൾ നമുക്കത് ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റാൻ എളുപ്പമുണ്ട്. നെയ്യ് തേച്ചത് കൊണ്ട് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരും പെട്ടെന്ന്. 4 ചുറ്റും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പം എന്താ, നമ്മുടെ കേസരി തണുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിനകത്തേക്ക് ഒന്ന് കമത്തിയിടാം. അപ്പം പെട്ടെന്നത് വിട്ട് വരും പാത്രത്തിൽ നിന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.